ഹലോ ഗായ്സ്, ഇതെന്താണ് ഞാൻ ഈ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്ന ഈ ക്രീമല്ലേ? അത് വേറൊന്നുമല്ല, നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗാണ് കേട്ടോ. എൻ്റെ ഗായ്സ്, ഇത് ഞാൻ കഴിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ ആർത്തി പിടിച്ച് ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം കിടു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ശക്തിയൊക്കെ ഉപയോഗിച്ച് അതങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ എഗ്ഗും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എഗ്ഗ് നമ്മൾ പതുക്കെ ഇത് കണക്ക് ഇങ്ങനെ ചിക്കി എടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ചെറിയ ചെറിയ കഷ്ണമാക്കരുത്. ഇത് കണക്ക് ഒരു ഇച്ചിരി വലുതായിട്ട് ഒന്ന് ചിക്കി എടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗാർലിക്കാണ് ഇതിൻ്റെ മെയിൻ. കാരണം നമ്മൾ ബട്ടർ ഗാർലിക് എഗ്ഗല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗാർലിക്കും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി അങ്ങ് മൂത്ത് വരണം. ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ വെള്ള നിറം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം നമ്മുടെ മൈദയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൈദയുടെ പച്ച മണം അങ്ങ് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കാൻ വേണ്ടി പോകുന്നത് പിന്നെയും ചില്ലി ഫ്ലേക്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പ് ഞാൻ ഫസ്റ്റ് ഇടാൻ മറന്നിട്ട് ഇപ്പോഴാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്. പിന്നെ ഇത് നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കാരണം മുട്ടയിലേക്ക് നമ്മുടെ ഈ ക്രീം എല്ലാം കൂടെ അങ്ങ് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് തൂവി കൊടുത്താൽ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. ബൈ.